അവനെങ്ങും വരാൻ പോണില്ല. വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ഒരു അരമണിക്കൂർ കൂടി നോക്കാന്നേ. എന്തായാലും വരും. എന്നോട് കൺഫേം പറഞ്ഞതാ. ആ ഞാൻ നിന്നെ പോലെ ഫെമിനിസ്റ്റ് അല്ലല്ലോ. എനിക്ക് കല്യാണമൊക്കെ കഴിച്ച് കുടുംബവും കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കണമെന്ന്. നീ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നേ പ്ലീസ്. എടി ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ഏതെങ്കിലും ഒരുത്തനെ പ്രേമിക്കുന്നതിന് പകരം നിനക്ക് നിന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരോ കൂടെ പഠിക്കുന്ന ആരെയും നോക്കിയാൽ പോരെ. എന്റെ പൊന്നിടി പ്ലീസ്. അവന്മാർക്കൊക്കെ എന്റെ കച്ചറ സ്വഭാവം അറിയുന്നുണ്ട്. ഒരുത്തമാരും എന്നെ അടുപ്പിക്കത്തില്ല. പിന്നെ ഇവനാണ് ഇച്ചിരി മണ്ടനാന്ന് തോന്നുന്നുണ്ട്. ഇൻസ്റ്റാ പ്രൊഫൈലൊക്കെ റിച്ചാ. എങ്ങനെയെങ്കിലും ഇവനെന്റെ കച്ചറ സ്വഭാവം അറിയുന്നതിന് മുന്നേ കെട്ടണം. ശരി ഇറങ്ങിക്കോ. എടാ എനിക്ക് ടെൻഷനാണ്, നീയും കൂടി വാടാ. എടാ നിന്നെ ഡ്രോപ്പ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടല്ലടാ നീ എന്നെ വിളിച്ചോണ്ട് വന്നത്. എടാ അത് പിന്നെ ഈ കാർ എന്റെയാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നിന്റെ ഡ്രൈവറാന്നല്ലടാ നീ അവളോട് പറഞ്ഞേക്കുന്നേ. പറഞ്ഞില്ലേ ഞാൻ ഇപ്പൊ പറയാം. കള്ളപ്പന്നി നീ ബാബാ ഇതെന്റെ ഫ്രണ്ടാ ശില്പ. ഹലോ, ഇതിന്റെ മീറ്റ്. ഹലോ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എടാ സത്യമായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എടാ ഒരു പെണ്ണിനാണ് ഇത്ര ആക്കാർന്ന് പാടില്ല. അത് നടുറോഡ് വെച്ച് എടാ നീ ഞാൻ പറയുന്നത് വിശ്വസിക്കാടാ. നീ ഒരു സ്ത്രീ നമ്പറാണ് ഞാൻ വിശ്വസിക്കാടാ. അതല്ലടാ ഞങ്ങള് തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടാ. ബന്ധമുണ്ടെന്നാ? എന്തൊക്കെയായിരുന്നു? സിംഗിളായിരുന്നു, മോർത്ത് സിംഗിളായിരുന്നു, ഇങ്ങനത്തെ ഒരു ബന്ധം വല്യത് കവിയത് പറഞ്ഞടാ. എടാ ഞാൻ അവിടെ തൊട്ടപ്പോ എന്തോ ഒരു സംഭവം ഫ്ലാഷ് അടിച്ചടാ. ഫ്ലാഷ് പോലും. എടാ ഞാൻ പറയുന്ന സമാധാനമായിട്ട് കേക്ക്. എടാ ഞങ്ങൾ തമ്മിൽ എന്തോ ഉണ്ട്. ധീര സിനിമക്കകത്തില് കാജലിനെ തൊടുമ്പോ രാംചരന് മെമ്മറി വരത്തില്ലേ? ഓഹോ, നീ രാംചരൻ അവള് കാജൽ, ഞങ്ങൾ സൈഡ് അല്ലടാ. എടാ ഇത് സീരിയസാ. എടാ ഞങ്ങൾ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. കഴിഞ്ഞ ജന്മത്തിലോ ഏതോ ഒരു ജന്മത്തിൽ. പക്ഷെ അവളെ തൊട്ടാൽ മാത്രമേ അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. നിന്റെ പെണ്ണുങ്ങളെ പിടിക്കാണ്ട് ഓരോരോ കഥയാ. ധീര പോലും ഇവനെ കേട്ടതിൽ പാകുമ്പോ തല വിട്ടുള്ളൂ. എടാ നിനക്ക് എന്നെ വിശ്വാസം ഇല്ലേ? ഇല്ലടാ വിശ്വാസമില്ല. മിന്നു പോലെ എന്നോട് മിണ്ടുന്ന പോലെ എനിക്ക് വിശ്വാസമില്ല. എടാ നിന്നെ എനിക്ക് എങ്ങനെ വിശ്വസിപ്പിക്കണം എന്നറിയത്തില്ല. പക്ഷെ എനിക്ക് അവളെ കണ്ടുപരിചയം പോലും ഇല്ല. പക്ഷെ അവളെ വയറിന്റെ വലതുവശത്ത് ഒരു മറുകുണ്ട്. അതെങ്ങനെ കണ്ട്? നീ അവളെ കഴിഞ്ഞ എടാ ഇത് അങ്ങനല്ല. അവള് കഴിയേണ്ടത് സാരി കൊടുത്തപ്പോ ഞാൻ കണ്ടതാ. എടാ ഫ്ലാഷ് പോലും നീ അവളുടെ വയറിലാണ് നോക്കിയത്. നീ എന്ത് പണിയാടാ കാണിച്ചേ? അവളിപ്പോ കേസ് കൊടുക്കാൻ പോകുന്ന പറയണേ. ആ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട്. അല്ല നീ എന്താ പറഞ്ഞേ? അത് ഞാൻ ഷെയ്ക്കാൻ്റെ കൊടുത്തപ്പോ അപസ്മാരം വന്നാന്നാ പറഞ്ഞത്. മണ്ടിയെ വിശ്വസിച്ചോളൂ. പിന്നെ ആ ഷെയ്ക്കാൻ്റെ അതെനിക്ക് ഇഷ്ടായി. അവന്റെ ഷെയ്ക്കൻ്റെ ഇഷ്ടപ്പെട്ട എന്റെ ഷെയ്ക്കൻ്റെ ഇഷ്ടപ്പെട്ട. ആ എന്തായാലും തന്നെ നമുക്ക് ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചോദിച്ച അപസ്മാരം എന്ന് പറഞ്ഞാൽ മതിയേ. സത്യത്തിൽ ഇതൊക്കെ ഉള്ളതാണോ? നിങ്ങൾ ചുമ്മാ പറയുന്നതല്ലേ? എടി അവളുടെ വയറിന്റെ വലഭാഗത്തില്ലേ ഒരു മറകില്ലേടി? ഉണ്ട്. അത് നീ എങ്ങനെ കണ്ടു? യു ചീറ്റ്. നീ എങ്ങനെ അത് കണ്ടു? ഈ ജന്മത്തിലല്ല, കഴിഞ്ഞ ജന്മത്തില്. അപ്പൊ ഇതൊക്കെ സത്യമാണോ? ഓ അതെനിക്ക് ഉറപ്പാ. കഴിഞ്ഞ ജന്മത്തിൽ ഞങ്ങൾ ലവേഴ്സ് ആയിരുന്നു. ഞങ്ങൾ തമ്മിൽ എന്തോ ഒരു സ്റ്റോറി ഉണ്ട്. അതെനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് അറിയണം. അതെങ്ങനെ അറിയും? അതിന് വീണ്ടും അവൻ അവളെ തൊടേണ്ടി വരില്ലേ? ആ എന്നാ ഉറപ്പായിട്ട് അവളെ എന്റെ കരണത്തടിക്കും. അവളുടെ കൈ പിടിച്ചാലല്ലേ ഉള്ളൂ പ്രശ്നം. വഴിയുണ്ടാക്കാം. മാറിപ്പോ. നീ എവിടെ പിടിക്കാൻ പോവുകയാണോ കുട്ടി? എന്നോട് ക്ഷമിക്കണം. എനിക്ക് അപസ്മാരം പറ്റിയപ്പോ ഒരു അബദ്ധം പറ്റിപ്പോയതാ. ഞാൻ ഇനി ആവർത്തിക്കത്തില്ല. പോലീസ് കേസ് കൊടുത്ത് നാട്ടിൽ അറിഞ്ഞ എന്റെ കല്യാണം പോലും നടക്കത്തില്ല. ഞാൻ ആളെ പിടിച്ച് ഓ അവൾ അടിച്ച് താഴെ ഇട്ടു. ഓ അതല്ല, അവൻ അവളുടെ കാല് പിടിക്കാം. അതാകുമ്പോ മാപ്പും കിട്ടും കാലും പിടിക്കാം. വാ വാ ഇടപെടാ കളി പ്രശ്നമാവും. കാണിക്കുന്നത്
കട്ടായി പോടളിയാ കിട്ടാ പ്രേമം തേനാടളിയാ കട്ടായി കട്ടായി Love you, baby. പോവാനും എന്നീ മൈൻഡ് പൊളിയാടളിയാ നിന്റെ പിന്നാലെ നടക്കും നിന്നെ നോക്കിയിരിക്കും പല കവിതകൾ എഴുതും ചുമ്മാ ചിരിച്ചുകൊണ്ടിരിക്കും